അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ വേനൽക്കാലത്ത് ഒരുപാട് കോഴികൾ നിങ്ങൾക്ക് ചത്തുപോകാറുണ്ടാവും. അതായത് ഈ പ്രതിരോധശേഷി കുറഞ്ഞ കോഴികളായിരിക്കും കൂടുതലും ചത്തുപോകുന്നത്. അതായത് ഈ BB3, അതുപോലെ തന്നെ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയുള്ള കോഴികൾ, അങ്ങനത്തെ കോഴികളൊക്കെയാണ് കൂടുതലും പെട്ടെന്ന് അസുഖങ്ങളൊന്നും ചത്തുപോകാറ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ലൈക്ക് ബട്ടൺ നമുക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ കോഴികളിങ്ങനെ ചത്തുപോകാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുകാലത്ത് അവർക്ക് കുടിക്കാനായിട്ട് നല്ല ശുദ്ധമുള്ള ജലം കൊടുക്കുക, അതുപോലെ തന്നെ നല്ല കാറ്റോട്ടൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തായിരിക്കും കൂട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ മരങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തണലും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിരുന്നാലും കൂടിൻ്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം, അതായത് കാറ്റോട്ടം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കൂട് ക്രമീകരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിലുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ സൂര്യപ്രകാശം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ചത്തുപോകും, അങ്ങനെ അവറ്റങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു നല്ല ഇങ്ങനെ കൂടൊന്ന് ഓപ്പണായിട്ട് ഉള്ള സ്ഥലത്ത് വയ്ക്കണം. പിന്നെ ഈ ചൂടുകളായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് നല്ല വൃത്തിയായിട്ട് വെക്കുക. അതിൽ ഈ കുമ്മായപ്പൊടി ഉണ്ടാവും, നന്നായി കുമ്മായപ്പൊടി വെതറി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കീടനാശിനി കിട്ടും, അത് വാങ്ങിച്ചിട്ട് നന്നായി കൂട്ടിലൊക്കെ നന്നായി ഇടയ്ക്കിടയ്ക്കൊന്ന് തളിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തളിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നേരം നിങ്ങൾ എന്തായാലും കോഴികളെ അഴിച്ചിടുക. ഒരു 2 മണിക്കൂറെങ്കിലും കോഴികളെ നിങ്ങൾ അഴിച്ചിടുക. അപ്പോൾ കോഴികൾ പുറത്തൊക്കെ പോയി ചിക്കിച്ചകഞ്ഞ് മണ്ണിലൊക്കെ ഒന്ന് ഇതായിട്ട് അവരുടെ ശരീരമൊക്കെ ചൂട് നല്ല ഇതായിട്ട് ക്രമീകരിച്ചോളും. അപ്പോൾ നിങ്ങൾ ദിവസം കുറച്ചധികം കോഴികളെ അഴിച്ചിടുക. പിന്നെ അതുപോലെ തന്നെ കോഴികൾ തിക്കിക്കൂടി നിൽക്കാണ്ട് നിങ്ങൾ ഇതാക്കണം. കുറച്ച് കോഴികളുടെ കൂട്ടിൽ, അതായത് കോഴികൾക്ക് നടക്കാനും ഓടാനൊക്കെ ഉള്ള സ്ഥലം കൂടിനകത്തുണ്ടാകണം.